ഇതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈസ് മാങ്ങ ഉണ്ട് കേട്ടോ. ഇത് മൂവാണ്ടൻ, ഇത് വേറെ സൈസ് മാങ്ങ. എല്ലാം മൂത്ത് തുടങ്ങി കേട്ടോ നന്നായിട്ട്. നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയാണ് കേട്ടോ. നമ്മൾ കഴുകി വൃത്തിയായിട്ട് 3-4 വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് നമ്മൾ നന്നായിട്ട് തുടച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഈ മാങ്ങയൊന്ന് അരിഞ്ഞെടുക്കാം. ഈ മാങ്ങ നമുക്കൊന്ന് അരിയാൻ ഇങ്ങനെ മൂത്ത് തുടങ്ങി ഇങ്ങനെ ചെത്തി എടുക്കാം. നമുക്ക് അതുപോലെ നമുക്ക് ചെത്തിയെടുക്കാം. നമ്മളെ മൂവാണ്ടനാണ്, ഒക്കെ ചെനച്ച് തുടങ്ങിയ മാങ്ങയാണ്. ചെത്തി എടുക്കാം നമുക്ക്. ഇതുപോലെ നമ്മൾ മാങ്ങാൻ്റെ ഇരിക്കുന്നത് ഇതുപോലെ നമ്മൾ ചെത്തിയിട്ടുണ്ട്. രണ്ടെണ്ണം നമ്മൾ ചെത്തിയിട്ട് 2 സൈസ് മാങ്ങയുണ്ട്. ഇത് എല്ലാം നമുക്കിതുപോലെ ചെത്തിയെടുക്കാം. നമ്മൾ ചെത്തി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ ചെത്താറുണ്ട് നമുക്ക്. ഇങ്ങനെ കണ്ടാ ചെത്തിയെടുത്താൽ മതി. നമ്മൾ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചെനച്ച മാങ്ങ ചെനയ്ക്കാത്ത മാങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ മാങ്ങ കൊണ്ട് ഇങ്ങനെ നമ്മൾ അച്ചാറാക്കി എടുക്കുമ്പോൾ. നമ്മൾ അരിഞ്ഞ മാങ്ങ 2 കിലോ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു 200 ഗ്രാം കല്ലുപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് വയ്ക്കാനായിട്ട് നമ്മൾ ഒന്നുകിൽ ചില്ലിൻ്റെ ബൗളെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം എടുത്താൽ മതി. സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ ഒന്നിലും നമ്മൾ ഉപ്പിട്ട് വയ്ക്കാൻ പാടില്ല. കുറച്ച് ഉപ്പ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി എല്ലാ സൈഡും ഒന്ന് ഉപ്പാകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ബാക്കിയുള്ള മാങ്ങയാണ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇന്ന് നമ്മൾ ഉപ്പിട്ട് വയ്ക്കുന്നു, നാളെ നമുക്ക് അച്ചാറുണ്ടാക്കാം. അപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി കൊടുക്കാം. ഈച്ചൊന്നും വരാണ്ട് നന്നായിട്ട് മൂടി കൊടുക്കുക. ഇതിപ്പോൾ ഉച്ച സമയമായി. ഇനി നാളെ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും അച്ചാറുണ്ടാക്കിയാൽ മതി. നല്ലോണം ചൂടാക്കി വയ്ക്കാം. നമ്മുടെ ചെത്തുമാങ്ങ അച്ചാറിക്കുള്ള എണ്ണ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അരിഞ്ഞ് ഇട്ട ചെത്തുമാങ്ങ എന്തായാലും നോക്കാം നമുക്ക്. ഇതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നലെ നമ്മൾ ഉച്ചയ്ക്ക് വെച്ചത്, ഇന്നിപ്പോൾ ഈ ഉച്ചയായി. ഈ സമയത്താണ് നമ്മൾ അച്ചാർ ശരിയാക്കുന്നത്. 2 കിലോ മാങ്ങയാണ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചത്. ഈ 2 കിലോ മാങ്ങയുടെ പൊടികളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മാങ്ങയുടെ വെള്ളം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 100 ഗ്രാം സാദാ മുളക് പൊടിയാണ് നമ്മുടെ ചേർത്ത് കൊടുക്കുക. 100 ഗ്രാം നമ്മുടെ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് നമ്മൾ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. കുറേ ചേർക്കണ്ട. 1 സ്പൂണ് കടുക് വറുത്ത് പൊടിച്ചതാണ്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ നമ്മൾ ചൂടാക്കി എടുത്തതാണ്. നമ്മൾ ഈ കടുക് ഉലുവയൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ചതാണ്. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മൾ ചൂടാക്കി പൊടിച്ചതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കായപ്പൊടി നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി. മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയിൽ നിന്ന് ഒന്നും കൂടി വെള്ളം ഇറങ്ങും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരച്ചാറാണിത്. നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട, വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി വേണ്ട, അങ്ങനത്തെ ഒന്നും വേണ്ട. നമുക്ക് എണ്ണ മാത്രം ഒന്ന് ചൂടാക്കിയാൽ മതി നമുക്ക്. പിന്നെ നമ്മുടെ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കുക. അച്ചാറിനകത്ത് വിനീഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല.
അഥവാ ചേർക്കണമെന്നുണ്ടെങ്കിൽ ലേശം ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ അച്ചാറുണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിലോ പാത്രങ്ങളിലോ നമ്മൾ ഇളക്കുന്ന സ്പൂണിലോ ഒന്നിലും നമ്മൾ വെള്ളത്തിൻ്റെ അംശം പാടില്ല. നമ്മളത് നിറച്ച് വയ്ക്കുന്ന കുപ്പി നല്ല വൃത്തിയായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം നമ്മളതിൽ അച്ചാർ നിറച്ച് കൊടുക്കാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി കുപ്പിയിൽ നിറച്ച് കൊടുക്കാം. എണ്ണ ചൂടാക്കിയതൊന്ന് ചൂടാറിയിട്ടുണ്ട്, ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കുപ്പിയിൽ നിറച്ച് കൊടുക്കാം. എണ്ണ ഇങ്ങനെ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ കുപ്പിയിലോ ഭരണിയിലോ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എണ്ണ ഒഴിച്ചാലും മതിയാവും. കുപ്പിയിൽ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. എല്ലായിടത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് വേണ്ട. ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി വെക്കുക. കുറേശ്ശെ ഇങ്ങനെ കോരി നിറയ്ക്കുക. എല്ലാം നമുക്ക് നിറച്ച് കൊടുക്കാം. ഒരു ചെറിയ കുപ്പിയിൽ നിറയ്ക്കാനുണ്ട് നമുക്ക്. അപ്പോൾ നമ്മളൊരു വലിയ ബോട്ടിലിൽ നിറച്ച് കൊടുത്തു. ബാക്കിയുള്ളത് നമ്മൾ ഈ ചെറുതിൽ നിറച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 കിലോ അച്ചാറുണ്ട് ഇത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഇത് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം അതെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ ഒന്ന് വെച്ചാൽ മതി. അല്ല നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം എന്താണെന്നറിയാം, ഇത് കുറേ ഉലുവൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ആവശ്യത്തിന് മാത്രം ചേർത്തിട്ടുള്ളൂ. കടുകും അതുപോലെ തന്നെ ആദ്യമൊന്നും ചേർത്തിട്ടില്ല നമ്മൾ. എന്നാലും ഒരാഴ്ച ഇരുന്നൊന്ന് സെറ്റായി വന്നിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി. ഈ ഇലയുടെ ആവശ്യമൊന്നുമില്ല, നമ്മൾ കുപ്പിയിലല്ല നിറച്ചത്. അപ്പോൾ ഇല ഞാൻ വെറുതെ ഒന്ന് വയ്ക്കുന്നതെന്ന് മാത്രം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വലിയ ഭരണിയിലൊക്കെ ആകുമ്പോൾ ഇലയൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. പൂപ്പൽ വരാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ബാക്കിയുള്ള എണ്ണ നമുക്ക് ഇതിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. കഴുകി നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് വാട്ടിയെടുത്ത ഇലയാണ് കേട്ടോ ഇത്. ചേർന്ന് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ചെത്തുമാങ്ങ അച്ചാർ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി നമുക്ക് മീനൊന്നും കിട്ടാൻ പറ്റാത്തൊരു സമയമൊക്കെയാണ് ഈ വരുന്നത്, മഴക്കാലം. അച്ചാർ കൊണ്ട് നമുക്ക് ഊണ് കഴിക്കാവുന്നതാണ്. കഞ്ഞി കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഈ അച്ചാർ കൊണ്ട്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.